നമസ്കാരം. മധുരയിലെ ഷാദി ഈദ്ഗാഹ് കൃഷ്ണ ജന്മഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ പരിശോധന നടത്താൻ കമ്മീഷനെ നിയോഗിക്കണമെന്നുള്ള ഹർജി അനുവദിച്ച് അലഹബാദ് ഹൈക്കോടതി നിലവിൽ ഒരു ഉത്തരവിട്ടിട്ടുണ്ട്. 3 അംഗ അഭിഭാഷക കമ്മീഷനാകും ഇത്തരത്തിൽ പള്ളിക്കുള്ളിൽ പരിശോധന നടത്താൻ പോകുന്നത്. ജസ്റ്റിസ് മായങ്ക് കുമാർ ജെയിനിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണ വിരാജ്മാനും മറ്റ് 7 പേരുമാണ് പ്രധാന ഹർജിക്കാർ. ഇവരാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മസ്ജിദ് ഇരിക്കുന്ന ഇടത്താണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മസ്ഥലം എന്നും അവിടെ മുൻപുണ്ടായിരുന്നത് ക്ഷേത്രമാണ് എന്നുമാണ് അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദം. താമരയുടെ ആകൃതിയിലുള്ള ഒരു സ്തംഭം നിലവിലുണ്ട് എന്നും കൃഷ്ണൻ ജനിച്ച രാത്രിയിൽ അദ്ദേഹത്തെ സംരക്ഷിച്ച ഹൈന്ദവ ദേവന്മാരിൽ ഒരാളായ ശേഷനാഗറിന്റെ ചിത്രം പള്ളിക്കടിയിൽ ഉണ്ട് എന്നും ഈ ഒരു ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും മസ്ജിദിന്റെ തൂണുകളുടെ ചുവട്ടിൽ ഹിന്ദുമത ചിഹ്നങ്ങളും കൊത്തുപണികളും മറ്റും ധാരാളമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പരിശോധന നടത്താൻ ഒരു കമ്മീഷനെ നിയോഗിക്കേണ്ടതുണ്ട് എന്നാണ് നിലവിൽ ഈ ഹർജിക്കാർ വാദിച്ചതും ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി അത് ശരിവച്ചിരിക്കുന്നത്. മുൻപ് ഇതേ ആവശ്യം ഉയർത്തിക്കൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജന്മഭൂമി മുക്തി നിർമ്മാൺ ട്രസ്റ്റ് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. പക്ഷേ ആ ഹർജി അന്ന് സുപ്രീം കോടതി തള്ളിയിരുന്നു. മാത്രമല്ല, തർക്കവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അലഹബാദ് ഹൈക്കോടതിക്ക് വിടണമെന്നുള്ള നിർദ്ദേശം കൂടി സുപ്രീം കോടതി നൽകിയിരുന്നു. അത് പ്രകാരമാണ് 2023 മെയ്യിൽ കോടതിയുടെ മുൻപാകെയുള്ള ഹർജികളെല്ലാം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ വിഷയത്തിൽ സുപ്രധാന നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ വേണം കരുതാൻ. നമുക്കറിയാം, BJP രാജ്യത്ത് വേരുറപ്പിക്കാൻ ഈ അയോധ്യയിലെ രാമജന്മഭൂമി കുറച്ചൊന്നുമല്ല സഹായിച്ചത്. ഇപ്പോൾ അവർ ആ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നടക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ എന്തായിരിക്കും ഈ വിഷയത്തിൽ നടക്കാൻ പോകുന്ന സുപ്രധാന നീക്കങ്ങൾ എന്നതിന്റെ കാത്തിരിപ്പിൽ കൂടിയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക് സിനി മലയാളം.